ഡോക്ടർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 20 സമർപ്പിത ജീവിതം. ദൈവവിളി. മനുഷ്യന് ദൈവം അസ്തിത്വം നൽകിയ നിമിഷം മുതൽ ദൈവവിളിയുടെ ചരിത്രം തുടരുന്നു. മനുഷ്യരെ ദൈവം വിളിക്കുമ്പോൾ ഒരു പ്രത്യേക ദൗത്യം ഫലമേൽപ്പിക്കുന്നു. ഈ ദൗത്യം മാനവകുലത്തിന്റെ രക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ വിളിക്കും അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം ജ്വലിക്കുന്ന മുൾപ്പടപ്പിൽ നിന്നും മോശയെ വിളിക്കുന്നു. പുറപ്പാട് 3:16. യേശയായെ ദേവാലയത്തിൽ നിന്നും വിളിക്കുന്നു. യേശയ 6:8. ജർമ്മിയായെ ഒരു സംവാദത്തിൽ നിന്നും വിളിക്കുന്നു. ഈ വിളിയിലെല്ലാം 4 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1. ദൈവം പരിപൂർണമായി മുൻകൈയെടുക്കുന്നു. 2. ദൈവം തന്റെ പ്രഭാവവും മഹത്വവും വെളിപ്പെടുത്തുന്നു. 3. മനുഷ്യന്റെ യോഗ്യതയല്ല, മറിച്ച് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് പ്രധാനം. 4. വിളിക്കപ്പെട്ടവർ ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച പ്രതികരണം നൽകുന്നു. അബ്രാഹം, ഏലിയ, സാമുവേൽ, ജെറമിയ, യേശയ്യ ഇവരെല്ലാവരും ഇതിന് ഉദാഹരണങ്ങളാണ്. വിളിക്കപ്പെടുന്ന വ്യക്തിയെ ദൈവം ദൗത്യം ഏൽപ്പിച്ച് അയക്കുന്നു. ദൗത്യ നിർവഹണത്തിൽ അവർ ശക്തരായി തീർന്നു. ഈ വെല്ലുവിളിയിൽ ബാഹ്യമായും ആന്തരികമായും അവർ പുതിയ മനുഷ്യരായി തീരുന്നു. ഇസ്രായേലിനെ ദൈവം മോശ വഴി വിളിക്കുന്നു. സീനായി ഉടമ്പടി, ജനങ്ങളുടെ പ്രത്യുത്തരം, പ്രവാചകന്മാരിലൂടെയുള്ള ആഹ്വാനങ്ങൾ പുതിയ ഇസ്രായേലായ സഭയുടെ മുന്നോടിയാണ് ഇസ്രായേലിന്റെ വിളിയും ദൗത്യവും. പുതിയ നിയമത്തിൽ ദൈവവിളിയുടെ സവിശേഷതകളും അതിന്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിൽ ഉൾച്ചേർന്നിരിക്കുന്നു. മനുഷ്യനെ വിളിക്കുന്നത് പോലെ ദൈവം ക്രിസ്തുവിനെ വിളിക്കുന്നില്ല. ക്രിസ്തു മാത്രം ഈ വിളി സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കുന്നു. ക്രിസ്തുവിൽ ഒരു സമൂല പരിവർത്തനവും നടക്കുന്നില്ല. കാരണം യേശു ദൈവത്തിൽ നിന്നാണ്. ക്രിസ്തു അനേകരെ വിളിക്കുന്നു. മത്തായി 14:16 മുതൽ 12 പേരെ വിളിക്കുന്നു. മർക്കോസ് 3:13, ലൂക്ക 6:12 മുതൽ 19 വരെ. ക്രിസ്തു അവരെ വിളിക്കുകയും ഒരുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത് അയച്ചത് തന്റെ തന്നെ ജീവിതത്തിലൂടെയും പ്രസംഗത്തിലൂടെയുമാണ്. സമാന്തര സുവിശേഷങ്ങളിലെ ഈശോ മുൻകൈയെടുത്ത് തിരഞ്ഞെടുത്ത് വിളിച്ച് അനുഗമിക്കുവാൻ ആവശ്യപ്പെട്ട് ദൗത്യം മനുഷ്യരെ ഏൽപ്പിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും തന്നെ പെട്ടെന്ന് യേശുവിനെ അനുഗമിക്കുന്നതായി കാണുന്നു. വിളി സ്വീകരിച്ചവർ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനും അവിടുന്ന് ആവശ്യപ്പെടുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനും വേണ്ട ശക്തിയും ചൈതന്യവും യേശുവിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്നു. ഇതാണ് ദൈവവിളി. ശിഷ്യന്മാർക്ക് ലഭിച്ച വിളി ക്രിസ്തുവിനെ അനുകരിക്കുക എന്നതായി. സർവ്വവിധ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണമാണിതെന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തു വിളിക്കുന്ന വ്യക്തികളിൽ നിന്നും സമൂലമായ മാനസാന്തരവും സമർപ്പണവും ആവശ്യപ്പെടുന്നുണ്ട്. ലൂക്ക 9:62, മത്തായി 8:22. പ്രതിയോഗികളിൽ നിന്ന് കടുത്ത എതിർപ്പ് അവിടുത്തെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടാകും. മത്തായി 10:24, 25 വചനങ്ങൾ. യോഹന്നാൻ 13:16, 15, 20. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അവർ പൂർണ്ണമായി പങ്കുചേരണം. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്വയം പരിത്യജിച്ചുകൊണ്ട് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24, യോഹന്നാൻ 12:25, 26 വചനങ്ങൾ. ഓരോ വിളിയും പ്രത്യേക ചുമതലപ്പെടുത്തലാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. യേശു തന്റെ 12 ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് ചുമതലപ്പെടുത്തുന്നുണ്ട്. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കേണ്ടതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമുള്ള അധികാരവും നൽകുന്നു. മർക്കോസ് 3:13, 14 വചനങ്ങൾ. ഉത്ഥാനാനന്തരം രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുവാൻ പൂർണ്ണമായി ചുമതലപ്പെടുത്തുന്നു. സർവരെയും ശിഷ്യപ്പെടുത്തി സ്നാനപ്പെടുത്തുവാനും കൽപ്പിച്ചിട്ടുള്ളതെല്ലാം ആചരിക്കുവാനും പഠിപ്പിക്കുവാനും ശിഷ്യരെ ഉദ്ബോധിപ്പിക്കുന്നു. മത്തായി 28:18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ദൈവത്തിന്റെ വിളി ആധികാരികവും ആജ്ഞാപരവും അടിയന്തരവുമായതിനാൽ കാലവിളംബവും ആശങ്കയും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. കടമയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഉദാരമായി വിളി സ്വീകരിച്ച് പിന്തുടരണം. താണതരം ജോലികളിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമാണ് ശിഷ്യന്മാരെല്ലാവരും വിളിക്കപ്പെട്ടത്. ഏതു വിളിയിലും തെരഞ്ഞെടുപ്പും ശ്രവണവും അനുഗമിക്കലും ദൗത്യവും എല്ലാം ഉണ്ട്. യോഹന്നാൻ പറയുന്നു, ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്നാൽ ഈശോയെ പ്രകാശമായും ഇടയനായും ഗുരുവായും സ്വീകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുക എന്നതാണ്. സത്യത്തിൽ നിന്നുള്ളവർ മാത്രമേ അവന്റെ സ്വരം ശ്രമിക്കുകയുള്ളൂ എന്ന് യോഹന്നാൻ പറയുന്നു. ക്രൈസ്തവന്റെ ജീവിതം ഒരു വിളിയാണ്. ഇത് അരൂപിയിലാണ് നടക്കുന്നത്. ക്രൈസ്തവ അസ്തിത്വത്തിലേക്ക് നയിക്കുന്നതും വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ശക്തമാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഓരോ ക്രൈസ്തവനും തന്റെ വിളിക്കനുസരിച്ച് പ്രത്യുത്തരം കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുത്തവനു വേണ്ടി ത്യജിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് വിളി. ക്രിസ്തുവിനോടുള്ള തീഷ്ണതയാണ് വിശുദ്ധിയിലേക്കുള്ള വിളി. സ്വയം വിശുദ്ധി നേടുവാനുള്ള മാർഗമാണ് എല്ലാ തരത്തിലുമുള്ള ദൈവവിളിയും. വിശുദ്ധന്മാരുടെ ഉള്ളിന്റെ
ഉള്ളിലെ തീഷ്ണത എത്രയോ വലുതായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നാണ് ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടത്. ക്രിസ്തുവിന്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. ബലിയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒഴിഞ്ഞുവയ്ക്കലും വേർതിരിക്കലുമുണ്ട്. അത് ദൈവിക നിയമമാണ്. ദൈവമാണ് പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് ഇസ്രായേൽ വിളിക്കപ്പെട്ടത് ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തതുകൊണ്ടാണ്. ഇതിന്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവർ മനസ്സിലാക്കിയേ തീരൂ. തെരഞ്ഞെടുപ്പിലൂടെ പാപത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും ജീവനിലേക്കും ദൈവം നമ്മെ നയിക്കുന്നു. ദൈവം തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കുന്നവനാണല്ലോ. ഇസ്രായേലിന് മാത്രമായി ദാനമായ തിരഞ്ഞെടുപ്പ് ദൈവം നടത്തി. ഇസ്രായേലിന്റെ വ്യക്തിത്വ അവബോധം ദൈവിക തിരഞ്ഞെടുപ്പിന്റെ രഹസ്യാത്മികതയിൽ അടിയുറച്ചതാണ്. ഇത് ഇസ്രായേൽ അഭിമാനത്തോടെ ഏറ്റുപറയുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ നാട്ടിലേക്ക് ഇസ്രായേലിനെ നയിച്ച ദൈവിക രക്ഷാകര ചരിത്രമാണ് തിരഞ്ഞെടുപ്പും ഏറ്റുപറച്ചിലും. ദൈവിക തിരഞ്ഞെടുപ്പിന് പ്രത്യുത്തരം നൽകേണ്ടത് ദൈവത്തെ ശുശ്രൂഷിക്കുവാനുള്ള മനുഷ്യന്റെ തീരുമാനത്തിലൂടെയാണ്. പുറപ്പാട് 19:5. തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ഭൂമുഖത്തെ എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം എന്നതാണ്. അബ്രാഹത്തിലൂടെ ഒരു വംശത്തെ തിരഞ്ഞെടുത്ത ദൈവിക പദ്ധതിയുടെ തുടർച്ച ദൈവം വെളിപ്പെടുത്തി. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും അഭിഷേചിക്കപ്പെടുകയും ചെയ്തു. നിർണായകമായ പ്രത്യുത്തരം നൽകുവാനാണ് പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് മോശ, ആമോസ്, ഏശയ, ജെറമിയ എന്നിവർക്ക് അനുഭവവേദ്യമായി. അവർ ദൈവഹിതം മനസ്സിലാക്കി പ്രത്യുത്തരം നൽകി. ലോകം മുഴുവനും തെരഞ്ഞെടുപ്പിന്റെ ഭാഗവും പ്രതിഷ്ഠിതവുമാണ്. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ സ്വതന്ത്ര തീരുമാനമാണ്. നിയമാവർത്തനം 7:1. ഇസ്രായേൽ തെരഞ്ഞെടുക്കുകയല്ല, ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് അവിടുത്തെ സ്നേഹവും കരുണയും പരിഗണനയും വഴിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലമായി ഇസ്രായേൽ ജനം മഹത്തരവും ദൈവത്തിന്റെ സ്വന്തവുമായി തീർന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ ഈശോയ്ക്ക് മാത്രമേ ഈ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുവാൻ കഴിയൂ. സഭ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. 12 ഗോത്രങ്ങളെ പോലെ 12 സ്ലീഹന്മാർ യേശുവിന്റെ പ്രവൃത്തി തുടർന്നു. സഭയുടെ ആരംഭം മുതൽ ദൈവത്തിന്റെ ഈ തിരഞ്ഞെടുപ്പ് തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:16, യോഹന്നാൻ 13:16, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:41, 26:16, 1:24. അപ്പസ്തോലന്മാരുടെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരവും ദൈവിക ദൗത്യ നിർവഹണത്തിനുള്ള ശക്തിയും നൽകപ്പെടുന്നു. എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അബ്രാഹത്തിലൂടെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്ത് അനുഗ്രഹം വർഷിച്ചു. എന്നാൽ പാപിയും അവിശ്വസ്തരും അനുഗ്രഹം നേടുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ മഹത്വം മനസ്സിലാക്കാത്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുകയും തനിക്ക് തന്നെ നാശം വരുത്തുകയും ചെയ്യുന്നു. എബ്രായർ 10:26-31 അവിടുത്തെ വാത്സല്യഭാചനങ്ങളായ തിരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും സഭാസമക്ഷം ഉറപ്പിക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. പൗരോഹിത്യം. പഴയ നിയമത്തിൽ പൗരോഹിത്യത്തിന് 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് സ്വാഭാവിക പുരോഹിതർ, ഗോത്രത്തലവൻ, രാജാവ് മുതലായവർ. 2 ഔദ്യോഗിക പുരോഹിതർ. ഇവർ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരും മാധ്യസ്ഥം വഹിക്കുന്നവരുമാണ്. മതാത്മകമായ സാർവത്രിക പ്രതിഭാസമാണ് പൗരോഹിത്യം. ഉടമ്പടി പ്രകാരം ഇസ്രായേൽ ജനം പുരോഹിത ഗണവും വിശുദ്ധ ജനപദവുമാണ്. പുറപ്പാട് 19:6. യാവേ തെരഞ്ഞെടുത്തതിനാലും യാവേ പരിശുദ്ധനായതിനാലും ഉടമ്പടി ലംഘിക്കാതിരിക്കുവാൻ പുരോഹിത ധർമ്മം ആവശ്യമായി വന്നു. സ്വാഭാവിക പുരോഹിതന്മാരായ ആബേൽ, നോഹ തുടങ്ങിയ പിതാക്കന്മാർ ആദ്യകാലത്ത് ബലിയർപ്പിച്ചിരുന്നു. പിന്നീട് മോശ ഇത് ലേവ്യർക്ക് നൽകി. ദാവീദ് മുതൽ വിപ്രവാസം വരെ സ്വാഭാവിക പൗരോഹിത്യം രാജാക്കന്മാർ നിർവഹിച്ചു. ഇസ്രായേൽ ദൈവജനവും രാജാവ് പുരോഹിതനുമായിരുന്നു. രാജാവ് പുരോഹിത ധർമ്മം അനുഷ്ഠിച്ചു. ഇതിന്റെ പൂർണ്ണരൂപമായ മെസ്സിയാനിക പൗരോഹിത്യത്തിന്റെ പ്രതിരൂപമാണ് മെൽക്കിസദേക്കിൽ ദർശിക്കുന്നത്. ഇസ്രായേൽ പുരോഹിത ഗണമെങ്കിലും വ്യവസ്ഥാപിത പുരോഹിതരുടെ ചുമതല ബലിയർപ്പണവും നിയമപാലനവുമായിരുന്നു. ഈ പൗരോഹിത്യമാണ് ഈശോയുടെ കാലത്ത് നിലവിലിരുന്നത്. പുരോഹിതർ ലേവി ഗോത്രരും ഈശോ യൂദാ ഗോത്രത്തിൽപ്പെട്ടവനുമായിരുന്നു. ജനങ്ങളുടെ പൊതു പൗരോഹിത്യവും ക്രിസ്തു പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. മിശിഹായുടെ പൗരോഹിത്യം കുരിശിലെ തന്റെ ബലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എബ്രായർ 10:5-10 മിശിഹ പിതാവായ ദൈവത്തിന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ്. 1 തിമോത്തിയോസ് 2:5 സ്വയം ബലിയർപ്പിച്ചതിനാൽ ഇടയനോടും
ദൈവത്തോടും യാവയോടും ദാസനോടും അവിടുന്ന് സദൃശനാണ്. യോഹന്നാൻ 10:11, 17, 19. സ്വന്തം രക്തം ചിന്തി അവിടുന്ന് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. മർക്കോസ് 14:24. സ്വബലി വഴി ദൗത്യം പൂർത്തിയാക്കി സ്വരക്തം വഴി അനുരഞ്ജനം സ്ഥാപിച്ചു. ആയതിനാൽ സ്വയം സമർപ്പണമാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. മിശിഹായുടെ പൗരോഹിത്യം ലേവ്യരുടേതിൽ നിന്ന് വ്യത്യസ്തവും മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരവുമാണ്. എബ്രായർ 7:1-3 വംശാവലി ഇല്ലാത്ത മെൽക്കിസദേക്കിന്റെ ദിവസങ്ങൾക്ക് ആരംഭവും അവസാനവും ഇല്ല. ആയതിനാൽ ഈശോ നിത്യപുരോഹിതനാണ്. പൗരോഹിത്യത്തിന്റെ പ്രധാന ധർമ്മമാണ് പ്രവാചകൻ എന്ന നിലയിലുള്ളത്. പരിത്യക്തനാകുക വഴി അനേകർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. മർക്കോസ് 10:45, യോഹന്നാൻ 10:1. ഈശോ പിതാവിനാൽ സ്വീകരിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്തു. ഇടയനെന്ന നിലയിൽ പ്രവാചകനും പുരോഹിതനുമായ മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും പാപ പരിഹാരാർത്ഥം സ്വയം ബലി കഴിക്കുകയും ചെയ്യുന്ന ഇടയൻ യാവയുടെ ദാസന് സദൃശനാണ്. ഇടയൻ ആടുകളെ അന്വേഷിച്ചു പോവുകയും അവയ്ക്ക് വേണ്ടി ജീവനർപ്പിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യ ധർമ്മം ബലിയാണ്. പുതിയ നിയമത്തിലെ ഏക പുരോഹിതനായ യേശു പ്രവാചകനും ഇടയനുമാണ്. ഇസ്രായേലിന്റെ പൊതു പൗരോഹിത്യം പുതിയ നിയമ ദൈവജനത്തിന് ലഭിക്കുന്നു. പുറപ്പാട് 19:6, 1 പത്രോസ് 2:9-10 വചനങ്ങൾ, വെളിപാട് 1:6, 5, 10, 26. മിശിഹായുടെ സ്നേഹവും അനുസരണവും അനുസരിച്ച് നിസ്വാർത്ഥമായ നന്മ പ്രവൃത്തികൾ ആത്മീയ ബലിയർപ്പണത്തെ സമ്പൂർണമാക്കുക എന്നത് പൊതു പൗരോഹിത്യ ധർമ്മമാണ്. അതായത് ആരാധനാ സമൂഹമായ സഭ ക്രിസ്തുവിന്റെ കർമ്മം വിളംബരം ചെയ്യുവാൻ വേർതിരിക്കപ്പെട്ട സമൂഹമാണ്. ജനങ്ങളുടെ ഈ ധർമ്മം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി പാലിക്കുവാൻ കടപ്പെട്ടവരാണല്ലോ സഭാമക്കൾ. ശുശ്രൂഷ പൗരോഹിത്യം തുടരുന്നത് അപ്പസ്തോലന്മാരിലൂടെയാണ്. അപ്പസ്തോലിക ദൗത്യം പുരോഹിത ശുശ്രൂഷയായി സഭയിൽ തുടരുന്നത് ബലിയർപ്പണവും വചനപ്രഘോഷണവും വഴിയാണ്. മിഷൻ കൽപ്പന സുവിശേഷ പ്രഘോഷണമാണ്. പുരോഹിതൻ കൂദാശകളും വചനപ്രഘോഷണവും സ്വജീവിത സമർപ്പണവും വഴി സഭാ സമൂഹത്തെ പടുത്തുയർത്തിക്കൊണ്ട് മിശിഹായുടെ പൗരോഹിത്യ ശുശ്രൂഷ അതിന്റെ പൂർണ്ണതയിൽ സഭയിൽ തുടരുന്നു. ശുശ്രൂഷ പൗരോഹിത്യം അജപാലന ശുശ്രൂഷയായി വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നു. 1 കൊറിന്തോസ് 12:28, 1 തിമോത്തിയോസ് 3:2, 4:14, 5:17, എസെക്കിയേൽ 11:30, 15:2, 16, 14, 2:20. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28. അജപാലന ശുശ്രൂഷയുടെ പ്രധാന ദൗത്യമാണ് ബലിയർപ്പണം, പാപമോചനം, രോഗിലേപനം. പുതിയ നിയമ പുരോഹിതൻ മിശിഹ സംഭവത്തെ വചനവും അടയാളവും ജീവിതവും കൊണ്ട് അനുഭവവേദ്യമാക്കുന്നു. സുവിശേഷ പ്രഘോഷണം എന്ന പരമമായ ധർമ്മം പുരോഹിതൻ നിർവഹിക്കുന്നത് ബലി പുനരവതരിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടാണ്. പുതിയ നിയമത്തിൽ അപ്പസ്തോലിക സ്ഥാനം ശുശ്രൂഷയാണ്. മിശിഹ സ്വയം ശൂന്യനാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്തു. മർക്കോസ് 10:45. പുതിയ നിയമ ശുശ്രൂഷകളുടെ മാതൃക പീഡകളുടെ ദാസന്റെ മാതൃകയാണ്. വിശുദ്ധ പൗലോസ് മിശിഹായുടെ പീഡകളെയും മരണത്തെയും അനുകരിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. അപ്പസ്തോലന്റെ ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി പ്രകടമാകുന്നു. ദൈവജനത്തെ സേവിക്കുകയാണ് ശുശ്രൂഷ പൗരോഹിത്യം. വൈദികൻ പ്രതിനിധിയാണ്, മധ്യസ്ഥനാണ്. മിശിഹായോട് അനുരൂപപ്പെട്ടുകൊണ്ട് വൈദികൻ മിശിഹായുടെ പ്രവൃത്തി ചെയ്യുന്നു. കൗദാശിക പ്രവൃത്തി വഴി മിശിഹായുടെ സാന്നിധ്യമാണ് സംഭവിക്കുന്നത്. കൈവപ്പും പ്രാർത്ഥനയും ഈ പൗരോഹിത്യത്തിലേക്കുള്ള അധികാരപ്പെടുത്തലിന്റെ 2 അടയാളങ്ങളാണ്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ വഴി ശുശ്രൂഷാക്രമം നൽകി. അപ്പസ്തോലന്മാർ കൂട്ടുവേലക്കാരെ നിയമിച്ചിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11:30, 15:2-6 വരെ. എഫേസുസിൽ ശ്രേഷ്ഠന്മാരും മെത്രാന്മാരും സഭയെ നയിച്ചു. മെത്രാന്മാരോടൊപ്പം ഡീക്കന്മാരും ഉണ്ടായിരുന്നു. സഭയുടെ ഐക്യത്തിന്റെ ദൃശ്യ അടയാളവും ആത്യന്തിക ഉപകരണവുമാണ് ബലി. സഭയിലെ നേതാക്കന്മാരും പുരോഹിതന്മാരും കൈവപ്പിലൂടെ ദൈവികവരം സ്വീകരിച്ച് പ്രത്യേകമായി വിളിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമാണ്. എബ്രായർ 5:1-4-6. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:1-29 വരെ. സഭ അതിന്റെ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിന്റെ പീഡകളിലും മരണത്തിലും ഉയർപ്പിലും പങ്കുപറ്റിക്കൊണ്ട് അവിടുത്തെ രാജകീയ പൗരോഹിത്യത്തിലും പങ്കുപറ്റുന്നു. വിളി ഏതായാലും തന്റെ വിളിക്കനുസരിച്ച് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ക്രിസ്തുവിന്റെ യുഗാന്ത്യ രക്ഷയിൽ പങ്കുചേരുകയാണ് പ്രധാനം. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ അവിടുന്ന് പുരോഹിതരെയും ലേവ്യരെയും തിരഞ്ഞെടുത്തു. നിയമാവർത്തനം 10:8. മനുഷ്യൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കുവാനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മചാരി
ബ്രഹ്മചാരികളായി തുടരുവാൻ ഉദ്ദേശിക്കുന്നവരായ വിശ്വാസികളായ പുരുഷന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരായ അഭിഷിക്ത ശുശ്രൂഷകരെല്ലാവരും സ്വർഗരാജ്യത്തെ പ്രതി ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നവരാണ്. ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അടയാളമാണ് ബ്രഹ്മചര്യം. അവിഭക്ത ഹൃദയം സ്വയം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി സമർപ്പിക്കുവാൻ അത്യാവശ്യമാണ്. സന്തോഷത്തോടെ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവർ ഉജ്ജ്വലമായി ദൈവരാജ്യം പ്രഘോഷിക്കുന്നു. പൗരസ്ത്യ സഭകളിൽ ധാരാളം വൈദികർ ദൈവരാജ്യത്തെ പ്രതി ബ്രഹ്മചര്യം സ്വമനസാലെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ വളരെ ആദരവോടെയാണ് സഭ വീക്ഷിക്കുന്നത്. കന്യകാത്വം. പല പുരാതന മതങ്ങളിലും കന്യകാത്വത്തിന് പരിശുദ്ധ സ്ഥാനം നൽകിയിരുന്നു. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം കന്യകാത്വ ജീവിതം അനശ്വരതയുടെയും അപരിമേയത്വത്തിന്റെയും അവസ്ഥയാണ്. കന്യകയുടെ വ്യക്തിത്വം പൂർണ്ണവും പക്വവുമാണ്. ക്രിസ്തുമതത്തിലാണ് കന്യകാത്വത്തെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും പൂർണ്ണമായ പ്രകടനമായി കാണുന്നത്. ക്രിസ്തുമതം കന്യകാത്വത്തിനുള്ള പ്രേരണയും പ്രചോദനവും നൽകുന്നു. സന്യസ്തരും വൈദികരും ബ്രഹ്മചര്യ ജീവിതം നയിക്കണമെന്ന് അനുശാസിക്കുന്നു. പഴയ നിയമത്തിൽ വന്ധ്യതയെ ശാപമായും അവിവാഹിതയായി കഴിയുക എന്നത് അപഹാസ്യമായും കരുതിയിരുന്നു. വിവാഹത്തിന് മുമ്പ് ഒരുവൾ കന്യാത്വ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവളാണ് എന്ന് പഴയ നിയമം അനുശാസിക്കുന്നു. പട്ടണങ്ങളെയും രാഷ്ട്രങ്ങളെയും ജനസമൂഹങ്ങളെയും കന്യക എന്ന് വിളിച്ചിരുന്നു. കന്യകയായ സിയോൻ പുത്രി. ഈജിപ്റ്റ്, സിയോൻ, ബാബിലോൺ എന്നീ സ്ഥലങ്ങളെ കന്യകയെന്ന് പഴയ നിയമം വിളിച്ചിരുന്നു. ബൈബിൾ കർത്താക്കൾ ഇസ്രായേലിനെ കന്യകയെന്ന് വിളിച്ചിരുന്നു. ദൈവം വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന കന്യകയാണ് ഇസ്രായേൽ. കന്യകാത്വം ദൈവത്തോട് വിശ്വസ്തതയും സ്നേഹവും പുലർത്തുവാനുള്ള വിളിയാണ്. ഇസ്രായേലിനെ കന്യകയെന്ന് വിളിക്കുമ്പോൾ അവളുടെ പരിശുദ്ധിയും ദൈവിക സ്വകാര്യതയും നിസ്സഹായാവസ്ഥയും ഇവിടെ ധ്വനിക്കുന്നുണ്ട്. പുതിയ നിയമമാണ് കന്യകാത്വത്തെ താപസവൃത്തിയുടെയും പരിത്യാഗത്തിന്റെയും തലത്തിലേക്ക് ഉയർത്തിയത്. കന്യകാത്വത്തെ ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് പൂർണ്ണമായ അർത്ഥം മനസ്സിലാകുക. ലൗകിക മാനദണ്ഡം വഴി കന്യകാത്വത്തെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. വിവാഹം കഴിക്കാത്ത അവസ്ഥ മാത്രമല്ലിത്. വിവാഹവും പ്രജനനവും മനുഷ്യാസ്തിത്വത്തിലെ സ്വാഭാവിക ആവശ്യങ്ങളാണ്. എന്നാൽ കന്യകാത്വത്തിന്റെ അതിസ്വാഭാവികത മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി ബ്രഹ്മചര്യത്തിലൂടെ ദൈവത്തോട് അടുക്കുന്നത് വഴിയാണ്. ഒരു വ്യക്തി സ്വന്തമായി തിരഞ്ഞെടുക്കുന്നതാണിത്. ദൈവരാജ്യത്തെ പ്രതിയുള്ള നിത്യ കന്യകാത്വം പഴയ നിയമം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അബ്രാഹത്തിന് ഭൗതിക പിതൃത്വം മാത്രമല്ല ആത്മീയ പിതൃത്വവും ദൈവം നൽകി. പുതിയ നിയമ മാതൃക ഈശോയിലും കന്യകാമറിയത്തിലൂടെയുമാണ്. കന്യകാത്വത്തിന്റെ നിറവ് കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിലാണ്. പരിശുദ്ധി മൂലം ഹൃദയത്തിൽ ദൈവവചനവും ഉദരത്തിൽ ഈശോമിശിഹായെയും പരിശുദ്ധ കന്യകാമറിയം സ്വീകരിച്ചു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഏശയ്യാ 7:14. കന്യക എന്ന പദവി പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ദൈവം മറിയത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നിർമ്മലത നിലനിർത്തി. സഭ ക്രിസ്തുവിന്റെ കന്യകയായ മണവാട്ടിയാണ്. ആയതിനാൽ സഭ വിശ്വാസത്തോടെ ദൈവവചനം സ്വീകരിക്കുകയും ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കന്യകയായി നിലകൊള്ളുന്നു. ക്രിസ്തുവുമായി ഐക്യത്തിൽ ജീവിക്കുന്നു. ഈ ജീവിതാവസ്ഥ സ്വീകരിക്കുന്നവർക്ക് വിഭക്തമല്ലാത്ത ഹൃദയത്തോടെ തങ്ങളെ തന്നെ മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കുന്നു. സമർപ്പിതർ ഒരിക്കലും അവരുടെ വിശേഷാവകാശങ്ങളെ എടുത്തു മാറ്റുന്നില്ല. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പ്രത്യേക പരിഗണനയ്ക്കായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ആത്മീയ മാതൃത്വവും പിതൃത്വവും സഫലീകരിക്കുകയും ചെയ്യുന്നു.